മെഗാ തിരുവാതിര എല്ലാ പ്രാവശ്യവും ഉണ്ടാവലുണ്ട്. ഈ പ്രാവശ്യവും അതൊക്കെ നല്ല ഉഷാറായിട്ട് നടന്നു. അപ്പം ഈ പ്രാവശ്യം ഞാൻ കളിച്ചില്ല, എല്ലാ പ്രാവശ്യവും കളിക്കലുണ്ടായിരുന്നു. അപ്പം പഠിക്കാനുള്ളൊരു സമയക്കുറവ് കൊണ്ടൊക്കെ ഇങ്ങനെ ഇപ്രാവശ്യം നടന്നില്ല. പക്ഷെ മോള് പഠിച്ചു കേട്ടോ. മോക്കൊക്കെ പിന്നെ പെട്ടെന്ന് വേഗം പഠിച്ചെടുക്കാമല്ലോ. ഞങ്ങൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ കുറേ പ്രാവശ്യം കളിച്ചാലേ അതൊക്കെ അങ്ങോട്ട് പതിയുള്ളൂ. പിന്നെ അടുത്ത പ്രാവശ്യം ആക്കാമെന്ന് വിചാരിച്ച്. പ്രാവശ്യം തുടങ്ങാൻ ലേശം വൈകിപ്പോയിരുന്നു. അങ്ങനെ ഏതായാലും ഞങ്ങളെല്ലാവരും ഇതൊക്കെ നല്ല കണ്ട് നല്ല അടിപൊളിയായിട്ട് മക്കളൊക്കെ കളിച്ച് കണ്ടില്ലേ. എല്ലാവരും ഒരുങ്ങിയൊക്കെ നിൽക്കുമ്പോൾ കളിക്കായിരുന്നു എന്നൊക്കെ അങ്ങനെ തോന്നി. സാരമില്ല, അടുത്ത പ്രാവശ്യം റെഡിയാക്കാം. പിന്നെ ഇതാ ഇനി ഇന്നത്തോടു കൂടി എല്ലാം കഴിഞ്ഞു കേട്ടോ. ഈ ലാസ്റ്റത്തെ ദിവസം ആണ്. എന്തായാലും അങ്ങനെ വൈകുന്നേരം ഇതാ രഥം അലങ്കരിക്കാനും അമ്പലത്തിന് ചുറ്റും അലങ്കരിക്കാനും എല്ലാവരും ഇവിടെ പൂവൊക്കെ കോർക്കുന്നുണ്ട് കേട്ടോ. ഞാനും കോർത്തിരുന്നു. അങ്ങനെ ഇതാ പിന്നെ പൂമുടലിന് ഉള്ള പൂവും ഒക്കെ ഇവിടെ തന്നെയാണ് കേട്ടോ റെഡിയാക്കൽ. ഇത് എല്ലാവരും മാല കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. രഥത്തിലിടാനും ഇതിന് ചുറ്റും അമ്പലത്തിന് ചുറ്റും എല്ലാത്തിനും വേണ്ടിയിട്ടുള്ള. കണ്ടില്ല എന്തോരം പൂക്കളാണുള്ളത്. അപ്പം ഒരു കൂട്ടർ കോർക്കുന്നു, ഒരു കൂട്ടർ ഇലയൊക്കെ മടക്കി വെക്കുന്നു. എളുപ്പമുണ്ടല്ലോ ഇലയൊക്കെ ഇങ്ങനെ മടക്കി മടക്കി തരികയാണെങ്കിൽ. അല്ലേ, സൂചി നൂലും എല്ലാം ഇവിടെ ഉണ്ട്, കോർത്ത് കൊടുത്താൽ മതി. അങ്ങനെ ഇതൊക്കെ ഇവിടെ സ്ഥിരമായിട്ട് എല്ലാ ഉത്സവത്തിനും നടന്നുകൊണ്ടിരിക്കുന്ന കേട്ടോ. പിന്നെ ഇതാ ഇവിടെ ഇത് കണ്ടില്ലേ, ഇതിവിടെ ഒരു ജിനു എന്ന് പറഞ്ഞ ആൾ, വേറൊരാളുകൂടി ഉണ്ട്, പേരെനിക്ക് ഓർമ്മയില്ല. അപ്പം അവരിവിടെ ഇരുന്ന് ഇതിങ്ങനെ ചെയ്യുന്ന കേട്ടോ. എന്ത് ഭംഗിയാണ് നോക്കിക്കേ. എല്ലാ പ്രാവശ്യം ചെയ്യലുണ്ട്, പിന്നെ ഈ പ്രാവശ്യമാണ് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കണം തോന്നിയത്. നോക്കിക്കേ, നല്ല അടിപൊളിയല്ലേ. ദേവിക്ക് ചാർത്താനുള്ള മാലകളാണ്. അങ്ങനെതാ അങ്ങനെ അതിൻ്റെയൊക്കെ പണികൾ കഴിഞ്ഞു. പിന്നെ ഇതാ കോർത്ത് വെച്ച മാലകളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി തൂക്കിയാൽ മതി. തൂക്കാനൊക്കെ ഉള്ളൊരു അതിലിതിലൊക്കെ ഇങ്ങനെ കുറച്ചെടുത്തുണ്ട്. ഒരു ഭാഗത്ത് ചെണ്ടക്കൊട്ട് നടക്കുന്നു, ഒരു ഭാഗത്ത് പറ നിറയ്ക്കുന്നു. പിന്നെ ഇതാ കമ്മിറ്റിയിലുള്ളവരൊക്കെ വെള്ളമായിട്ട് പോകുന്നു. ഇങ്ങനെ യൂണിഫോം ഇട്ടൊക്കെ കമ്മിറ്റിക്കാരാട്ടോ. ചെറിയ ചെണ്ടമേളം കണ്ടാലോ. അങ്ങനെ താലപ്പൊലിയൊക്കെ അമ്പലത്തിലെത്തിയിട്ടോ. അങ്ങനെ ഈ വർഷത്തെ ഉത്സവം അങ്ങനെ തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ 4-5 ദിവസമൊക്കെ പോയതൊന്നും അറിഞ്ഞതുപോലുമില്ല. എന്തായാലും ഘോഷയാത്രേൻ്റെ കൂടെയുള്ള ഇങ്ങനത്തെ കാവടി ഇതൊക്കെ ഉണ്ടാവില്ല, അതെല്ലാം പിന്നെ ഈ ഗ്രൗണ്ടിൽ വെച്ചിട്ട് അവരുടെ ഒരു കളികളൊക്കെ ഉണ്ട്. പിന്നെ തമ്പോരത്തിൻ്റെ അവരുടെ കൊട്ടുണ്ട്, പിന്നെ ഒരു വെടിക്കെട്ടുണ്ട്. അങ്ങനെ കുറച്ച് നേരോടെ ഉണ്ട്. പിന്നെ ആറാട്ടുണ്ട്. അങ്ങനെ എന്തായാലും ഒരു 1:30-2 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് മൊത്തത്തിലിവിടെ എല്ലാം കഴിയും. പിന്നെ അങ്ങനെ ഈ രഥം ഞാൻ കാണിച്ചു തരില്ലേ, അതാണ് ഇത് കേട്ടോ.